നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. രാവിലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കിയാലോ? 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. സയൻസ് ആണ് എടുത്തിരിക്കുന്നത്, ഫിസിക്സ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ ഫുൾ മാർക്ക് തന്നെ വാങ്ങുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോ സെറ്റ് ആണേ. ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിരുന്നോളൂ. പിന്നെ ഇതിന്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓരോ ചോദ്യത്തിനെയും റിലേറ്റഡ് ഫാക്റ്റും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്. അപ്പൊ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം ഞാൻ കമ്പനി LGS സ്പെഷ്യൽ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്താണ് എല്ലാ ക്ലാസ്സുകളും ഇട്ടേക്കുന്നത്. കമ്പനി LGSനും അതുപോലെ VFA, ബെക്കോ, LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി നടത്തുന്ന ക്ലാസ്സുകളൊക്കെ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഇടിനാദത്തിൽ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമായ ശബ്ദ പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ ശബ്ദ പ്രതിപതനം, ബി അനുനാദം, സി ഡോപ്ലർ ഇഫക്റ്റ്, ഡി പ്രണോദിത കമ്പനം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറയട്ടെ. അനുനാദമാണ്. അനുനാദം. അനുനാദം എന്നാൽ എന്താണ്? അഥവാ റെസൊണൻസ്. അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്നാൽ എന്താ? കമ്പനം ചെയ്യുന്ന. കമ്പനം എന്നാൽ വൈബ്രേറ്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവക്കിടയിൽ സംഭവിക്കുന്നതാണ് അനുനാദം അഥവാ റെസൊണൻസ്. എന്താണ് സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യാൻ അനുവദിച്ചാൽ അത് കമ്പനം ചെയ്യപ്പെട്ട ആവൃത്തിയാണ് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാൽ എന്താണ്? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ അതേ ആവൃത്തിയിൽ മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. അതായത് ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. സ്വാഭാവികമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ഫോഴ്സ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയും പ്രണോദിത കമ്പനം എന്ന് പറയും. അപ്പൊ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും ഈ പറഞ്ഞ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവക്കിടയിൽ സംഭവിക്കുന്നതാണ് അനുനാദം അഥവാ റെസൊണൻസ്. അപ്പൊ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം മൂലമാണ്. ഇത് മാത്രമല്ല, PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണവും ഏത് തന്നെയാണ്? അനുനാദമാണ്. അനുനാദം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശനിയുടെ വൃദ്ധിക്ഷയങ്ങൾ ടെലസ്കോപ്പിലൂടെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ന്യൂട്ടൺ, ജോഹനാസ് കെപ്ലർ, ഹെൻറി കാവൻഡിഷ്, ഗലീലിയോ ഗലീലി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഗലീലിയോ ആണ്. ഗലീലിയെ കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കാം. തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. വസ്തുക്കളുടെ നിർബാധ പതനം എന്നാൽ എന്താണ്? ഫ്രീ ഫാൾ. വസ്തുക്കളുടെ നിർബാധ പതന തത്വം ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് വ്യക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ആണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഗലീലിയോ ആണ്. ഇനി ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന്റെ പിതാവ്. അന്താരാഷ്ട്ര പ്രകാശ വർഷം എന്നാണ്. അത് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? അന്താരാഷ്ട്ര പ്രകാശ വർഷം PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. താഴെ ഒന്ന് പറയണേ. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2005 ആണ് അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം. അപ്പൊ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ കമ്പന ആവൃത്തി 1 kHz ആകുന്നു എങ്കിൽ അതിന്റെ ടൈം പീരീഡ് എത്ര? 0.1 സെക്കൻഡ്, 0.01 സെക്കൻഡ്, 0.001 സെക്കൻഡ്, 0.05 സെക്കൻഡ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 0.001 സെക്കൻഡ് ആണ്. ഈ കമ്പന ആവൃത്തിയും ടൈം പീരീഡും നമ്മൾ റിലേഷൻഷിപ്പ് എന്താ? T=1/f ആണ്. T=1/f. ഇവിടെ F എത്രയെന്നാ തന്നിരിക്കുന്നത്? കമ്പന ആവൃത്തി 1 kHz, അതായത് 1000 ഹെർട്സ് എന്നല്ലേ തന്നേക്കുന്നത്. അപ്പൊ 1/1000 എന്ന് പറയുമ്പോഴത്തേക്കും 0.001 സെക്കൻഡ്. ടൈം പീരീഡ് യൂണിറ്റ് സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ജിയുടെ മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു?
കുറയുന്നു, കൂടുന്നു, സീറോ, മാറ്റമില്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കുറയുന്നു എന്നതാണ്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ വാല്യൂ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ എന്താണ് ഈ ഭൂഗുരുത്വാകർഷണ ബലം? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരെന്താണ്? മാസ് അഥവാ പിണ്ഡം. മാസ് അഥവാ പിണ്ഡമാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഈ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയാ? 0 ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂകേന്ദ്രത്തിലാണോ? അല്ല, ഭൂകേന്ദ്രത്തിൽ 0 ഭാരം. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. ധ്രുവങ്ങളിൽ. ഇനി ഒരു ചോദ്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അതായത് ജി, അതിന്റെ മൂല്യം ക്യാപിറ്റൽ ജി ആണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഇല്ലേ, ക്യാപിറ്റൽ ജി, ഇതിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്രിംഗ് ത്രാസ് ആണ്. സ്പ്രിംഗ് ത്രാസ് ആണ് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഗുരുത്വാകർഷണ ത്വരണം അഥവാ സ്മോൾ ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം, അതായത് ഫ്രീ ഫോൾ ആയിട്ടുള്ള വസ്തുക്കളുടെ ഭാരം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 0 0. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? നവംബർ 24, ഡിസംബർ 14, ഡിസംബർ 14, ജനുവരി 25, ഓഗസ്റ്റ് 7. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ഡിസംബർ 14 അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഒരു ദിവസം തന്നെ 3-4 സെഷൻ ആയിട്ട് ഫ്രീ GK ഡെയിലി ഷുവർ ഷോട്ട് GK അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ കയറി എന്തായാലും ജോയിൻ ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. ഹർഷിത എഡ്യൂടെക് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട 4 ദിവസങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 1 ഡിസംബർ 2 ദേശീയ മലിനീകരണ നിരോധന ദിനമാണ് ഡിസംബർ 2. ഡിസംബർ 5 പ്രത്യേകത എന്താ? ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. ഡിസംബർ 11 പ്രത്യേകത എന്താ? ആഗോള പർവ്വത ദിനമാണ് ഡിസംബർ 11. ഡിസംബർ 14 പ്രത്യേകത എന്താണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം. അടുത്ത ചോദ്യം. സൂര്യന് ചുറ്റുമുള്ള പ്രഭാവലയത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിഭങ്കനം, വിസരണം, പ്രകീർണനം, വ്യതികരണം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വിഭങ്കനമാണ്. വിഭങ്കനം. എന്താണ് വിഭങ്കനം? ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറയും. അതായത് സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം. ഈ ഡിഫ്രാക്ഷൻ മൂലമാണ് സൂര്യന് ചുറ്റും വലയം കാണുന്നതായിട്ട് തോന്നുന്നത്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറത്തിന് കാരണം എന്താണ്? വിഭങ്കനമാണ്. നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമാകാൻ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ. അടുത്ത ചോദ്യം. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര്? ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിങ്സ്, ഗലീലിയോ ഗലീലി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലം എത്രയാണ്? 1 കിലോ ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 1 ന്യൂട്ടൺ, 0. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ സി, 1 ന്യൂട്ടൺ ആണ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. അടുത്ത ചോദ്യം. 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 100, 10⁵5, 98, 10⁻⁷. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 10⁵5 ആണ്. 1 ന്യൂട്ടൺ എന്നാൽ 10⁵5 ഡൈൻ ആണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്ര? 6 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ, 36 സെന്റിമീറ്റർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 24 സെന്റിമീറ്റർ ആണ്. വക്രത ആരം എന്നത് Fന്റെ ഡബിൾ ആണ്, ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ ആണ്. അടുത്ത ചോദ്യം. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? 42 ഡിഗ്രി, 54.2 ഡിഗ്രി, 40 ഡിഗ്രി, 50.8 ഡിഗ്രി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, 54.2 ഡിഗ്രി ആണ്.
വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ്, സമതല ദർപ്പണം, കോൺകേവ്, ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, കോൺവെക്സ് ദർപ്പണമാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 373 ഡിഗ്രി ഫാരൻഹീറ്റ്, 132 ഡിഗ്രി ഫാരൻഹീറ്റ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 87.5 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? മില്ലിമീറ്റർ, ഫെർമി, ആങ്സ്ട്രം, മീറ്റർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ഫെർമിയാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. AC യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഡയോഡ് ആണ്. ഡയോഡ്. ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്ത്? ജൂൾ പെർ കിലോഗ്രാം, ജൂൾ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജൂൾ പെർ കെൽവിൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, ജൂൾ പെർ കിലോഗ്രാം ആണ് ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ്. ഒന്നാം ചലന സമവാക്യം എന്ത്? തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. V = U + AT, V = U/AT, V² = U² + 2AS, V² = U² divided by 2AS. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, V = U + AT എന്നതാണ് ഒന്നാം ചലന സമവാക്യം. അടുത്ത ചോദ്യം, ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏതാണ്? സമചലനം, സമമന്ദീകരണം, ഭ്രമണ ചലനം, ചക്രഗതി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, സമചലനമാണ്. യൂണിഫോം മോഷൻ ആണ് ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവ് 230 വോൾട്ട്, 200 വോൾട്ട്, 450 വോൾട്ട്, 150 വോൾട്ട്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, 230 വോൾട്ട് ആണ് ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്ന പ്രവർത്തനം സംവഹനം, ന്യൂക്ലിയർ ഫ്യൂഷൻ, ചെയിൻ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം നടക്കുന്ന പ്രവർത്തനം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, ആക്കം, മാസ്, ഭാരം, പ്രവേഗം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, മാസ് ആണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. പിണ്ഡം. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേര്? വക്രത, ആരം, അപ്പർച്ചർ, പോൾ, മുഖ്യ അക്ഷം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, പോൾ ആണ് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരെന്താണ്? പോൾ. പ്രതല ബലത്തിന്റെ SI യൂണിറ്റ്, സർഫസ് ടെൻഷന്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ, ജൂൾ ഡൈൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, ന്യൂട്ടൺ പെർ മീറ്റർ. ഇവിടെ ജൂൾ പെർ മീറ്റർ സ്ക്വയറും ശരിയാണ് കേട്ടോ. ജൂൾ പെർ മീറ്റർ സ്ക്വയറും ശരിയാണ്. എനർജി പെർ യൂണിറ്റ് ഏരിയ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതും ശരിയാണ്. അപ്പൊ അത് ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളവരും ടിക്കിട്ടോണേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ജലമാണോ, ഗ്ലിസറിൻ ആണോ, മണ്ണെണ്ണയാണോ, ഉപ്പുവെള്ളമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ ബി, ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏതൊക്കെ ഏരിയാസിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളവർ ഫുൾ മാർക്ക് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. അഥവാ തെറ്റിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് ആ ഏരിയ കണ്ടെത്തി അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ തുടർന്ന് വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ പറഞ്ഞാൽ മതി. ഞാൻ കൂടുതൽ മോക്ക് ടെസ്റ്റുകളായിട്ട് വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എല്ലാവരോടും പറയുക നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ചാനലിനെ പറ്റി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.